ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് നോക്കുന്നത്. എവറി ഡേ യു കം അക്രോസ് മെനി ചേഞ്ചസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടും പല ചേഞ്ചസ് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്നതാണ്. These changes may involve one or more substances. ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസസിൽ ചേഞ്ചസ് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, യുവർ മദർ മേ ആസ്ക് യു ടു ഡിസോൾവ് ഷുഗർ ഇൻ വാട്ടർ ടു മേക്ക് കോൾഡ് ഡ്രിങ്ക്. കോൾഡ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അമ്മ നിങ്ങളോട് ഷുഗർ വാട്ടറിൽ പഞ്ചസാര കലക്കാനായിട്ട് പറയുമായിരിക്കാം. മേക്കിംഗ് എ ഷുഗർ സൊല്യൂഷൻ ഈസ് എ ചേഞ്ച്. ആ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, ഷുഗറും വെള്ളവും ചേർത്ത് ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഒരു ചേഞ്ചാണ്. അതിലൊരു ചേഞ്ച് വരുന്നു, ഷുഗർ ചേഞ്ച് ആവുന്നു. ആ ഷുഗർ സോളിഡായ ഷുഗർ ലിക്വിഡ് ആയൊരു സൊല്യൂഷനായി മാറുകയാണ്. സിമിലർലി, സെറ്റിംഗ് കേർഡ് ഫ്രം മിൽക്ക് ഈസ് എ ചേഞ്ച്. മിൽക്കിനെ തൈരാക്കി മാറ്റുന്നത് അതൊരു ചേഞ്ചാണ്. സംടൈംസ് മിൽക്ക് ബിക്കം സവർ. ചിലപ്പോൾ പാല് പുളിയുള്ളതായിട്ട് മാറുന്നു. സവറിങ് ഓഫ് മിൽക്ക് ഈസ് എ ചേഞ്ച്, അതും ഒരു ചേഞ്ചാണ്. സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് ഈസ് ഓൾസോ റെപ്രസെൻറ്റ്സ് എ ചേഞ്ച്. സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് അതൊരു ചേഞ്ചാണ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് 10 ചേഞ്ചസ് ദാറ്റ് യു ഹാവ് നോട്ടീസ്ഡ് അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 10 ചേഞ്ചസിനെ കുറിച്ച് നോട്ടീസ് ചെയ്യാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൽ പെർഫോം സം ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റഡി ദ നേച്ചർ ഓഫ് ദീസ് ചേഞ്ചസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് അതിൻ്റെ ചേഞ്ചസിൻ്റെ ആ നേച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ബ്രോഡ്ലി ദീസ് ചേഞ്ചസ് ആർ ഓഫ് 2 kinds. 2 തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ട് ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും. ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് ആദ്യം നോക്കാം. 6.1 ഫിസിക്കൽ ചേഞ്ചസ്. അതിലെ ആക്ടിവിറ്റി 6.1ലെ ഒരു ആക്ടിവിറ്റിയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. കട്ട് എ പീസ് ഓഫ് പേപ്പർ ഇൻ 4 square pieces. ഒരു പേപ്പറിനെ 4 സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറയുന്നു. കട്ട് ഈച്ച് സ്ക്വയർ പീസ് ഫർദർ. ഓരോ സ്ക്വയർ പീസും പിന്നെയും കട്ട് ചെയ്യാൻ പറയുന്നു ഇൻറ്റു 4 square pieces. ലേ ദീസ് പീസസ് ഓൺ ദ ഫ്ലോർ ഓർ എ ടേബിൾ. നിലത്തോ ഒരു ടേബിളിലോ ഈ പീസസ് എല്ലാം വയ്ക്കുക. സോ ദാറ്റ് ദീസ് പീസസ് അക്വയർ ദ ഷേപ്പ് ഓഫ് ദ ഒറിജിനൽ പീസ് ഓഫ് പേപ്പർ. ആ ഒറിജിനൽ പീസ് ഓഫ് പേപ്പറിനെ പോലെ ഈ കട്ട് ചെയ്ത പീസസ് ഓഫ് പേപ്പറിനെ ഒരുമിച്ച് വയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. ഈ ഡയഗ്രാം 4 സ്ക്വയർ പീസസ് ഓഫ് പേപ്പർ, അതിനെ പിന്നെയും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒബ്വിയസ്ലി യു കൻ നോട്ട് ജോയിൻ ദ പീസസ് ബാക്ക് ടു മേക്ക് ഒറിജിനൽ പീസ് പോലെ നിങ്ങൾക്ക് അതിനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് ദ പേപ്പറിൻ്റെ പ്രോപ്പർട്ടിയിൽ വല്ല ചേഞ്ച് ഉണ്ടോ? രണ്ടാമത്തെ ആക്ടിവിറ്റി 6.2 കളക്ട് the chalk dust lying on the floor near to the blackboard in your classroom. ക്ലാസ്റൂമിലെ ബ്ലാക്ക് ബോർഡിന് അടുത്തുള്ള അവിടെ വീണ് കിടക്കുന്ന ചോക്ക് ഡസ്റ്റ് കളക്ട് ചെയ്യുക. ഓർ ക്രഷ് എ സ്മോൾ പീസ് ഓഫ് ചോക്ക് ഇൻ ടു ഡസ്റ്റ്. അല്ലെങ്കിൽ ഒരു ചോക്ക് പീസിനെ പൊടിച്ച് ഡസ്റ്റാക്കി മാറ്റുക. ആഡ് എ ലിറ്റിൽ വാട്ടർ ടു ദ ഡസ്റ്റ്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ടു മേക്ക് എ പേസ്റ്റ്. അതൊരു പേസ്റ്റാക്കി മാറ്റുക. ആൻഡ് റോൾ ഇറ്റ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ പീസ് ഓഫ് ചോക്കിനെ പോലെ അതിൻ്റെ ഷേപ്പ് അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലെറ്റ് ഇറ്റ് ഡ്രൈ. എന്നിട്ട് അതിനെ ഉണക്കുക. ഡിഡ് യു റിക്കവർ ചോക്ക് ഫ്രം ദ ഡസ്റ്റ്. ഡസ്റ്റിൽ നിന്ന് ചോക്ക് ഉണ്ടാക്കാൻ പറ്റിയോ? അടുത്ത ആക്ടിവിറ്റി നോക്കാം. 6.3 ടേക്ക് സം ഐസ് ഇൻ എ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ടംബ്ലർ. പ്ലാസ്റ്റിക് ടംബ്ലറിലോ ഒരു ഗ്ലാസ്സിലോ ഐസ് എടുക്കുക. melt a small portion of the ice by placing the tumbler in the sun. വെയിലത്ത് വെച്ചിട്ട്
അതിനെ വെള്ളമാക്കി മാറ്റുക, അതിനെ മെൽറ്റ് ചെയ്യുക. യു ഹാവ് നൗ എ മിക്സ്ചർ ഓഫ് ഐസ് ആൻഡ് വാട്ടർ. ഐസ് ആൻഡ് വാട്ടറിൻ്റെ ഒരു മിക്സ്ചറാണ് നിങ്ങൾക്ക് കിട്ടുക. നൗ പ്ലേസ് ദ ടംബ്ലർ ഇൻ എ ഫ്രീസിങ് മിക്സ്ചർ. ഫ്രീസിങ് മിക്സ്ചറിൽ അല്ലെങ്കിൽ ഐസ് പ്ലസ് കോമൺ സോൾട്ട് അതിൽ ഈ ടംബ്ലറിനെ പ്ലേസ് ചെയ്യുക. ഡസ് ദ വാട്ടർ ബിക്കം സോളിഡ് ഐസ് വൺസ് അഗെയിൻ. പിന്നെയും ആ മെൽറ്റ് ചെയ്ത ആ വെള്ളം ഐസായിട്ട് മാറുന്നുണ്ടോ? അടുത്ത ആക്ടിവിറ്റി 6.4 ബോയിൽ സം വാട്ടർ ഇൻ എ കണ്ടെയ്നറിൽ വെള്ളം ബോയിലാക്കുക. ഡു യു സീ ദി സ്റ്റീം റൈസിങ് ഫ്രം ദ സർഫേസ് ഓഫ് ദ വാട്ടറിൽ നിന്ന് സ്റ്റീം വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഹോൾഡ് ആൻ ഇൻവേർട്ടഡ് പാൻ. ഒരു പാന് തിരിച്ചു പിടിക്കുക. ബൈ ഇറ്റ്സ് ഹാൻഡിലിൽ ഓവർ ദ സ്റ്റീമിൻ്റെ മുകളിൽ പിടിക്കുക. അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ദ ബോയിലിംഗ് വാട്ടറിൽ നിന്ന് കുറച്ച് മാറിയിട്ട് മേളിൽ കമഴ്ത്തി പിടിക്കുക ഒരു പാൻ. ഒബ്സർവ് ദ ഇന്നർ സർഫേസ് ഓഫ് ദ പാൻ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഡു യു സീ എനി ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ ദെയർ? അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അടുത്ത ആക്ടിവിറ്റി 6.5 ഹോൾഡ് യൂസ്ഡ് hacksaw blade with a pair of tongs and keep the tip of the free end of the flame of a gas stove and wait for few minutes. അപ്പോൾ ഈ ബ്ലേഡിൻ്റെ ടിപ്പ് ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ മേളിൽ കുറച്ച് നേരം പിടിക്കാനാണ് പറയുന്നത്. വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഡസ് ദ കളർ ഓഫ് ദ ടിപ്പ് ഓഫ് ദ ബ്ലേഡ് ചേഞ്ച്? ടിപ്പ് ഓഫ് ദ ബ്ലേഡിൻ്റെ കളർ മാറുന്നുണ്ടോ? റിമൂവ് ദ ബ്ലേഡ്. അത് റെഡ് ഹോട്ട് ആവും. റിമൂവ് ദ ബ്ലേഡ് ഫ്രം ദ ഫ്ലെയിമിൽ നിന്ന് മാറ്റുക. ഒബ്സർവ് ദ ടിപ്പ് വൺസ് അഗെയിൻ ആഫ്റ്റർ സം ടൈം. കുറച്ച് നേരം കഴിഞ്ഞ് അതേ ടിപ്പ് തന്നെ ആ ബ്ലേഡിൻ്റെ ടിപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഡസ് ഇറ്റ് ഗെറ്റ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കളറിലോട്ട് തിരിച്ച് മാറിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. In activity 6.1 and 6.2 above, you saw that paper and piece of chalk underwent changes in size. അപ്പോൾ 6.1ലും 6.2ലും നമ്മൾ കണ്ടു പേപ്പറും ചോക്ക് പീസും ഒക്കെ അതിൻ്റെ സൈസിൽ ചേഞ്ച് വന്നിരിക്കുന്നു. ഇൻ ആക്ടിവിറ്റീസ് 6.3 and 6.4, 6.3ലും 6.4ലും water changed its state from solid to liquid. വാട്ടർ അതിൻ്റെ രൂപത്തിൽ മാറ്റം വന്നിരിക്കുന്നു. സോളിഡിൽ നിന്ന് ലിക്വിഡായി മാറിയിരിക്കുന്നു. ഐസ് ലിക്വിഡായി മാറിയിരിക്കുന്നു. സോളിഡായ ഐസ് ലിക്വിഡായി മാറിയിരിക്കുന്നു. ആൻഡ് ഫ്രം ഗ്യാസ് ടു ലിക്വിഡ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ഗ്യാഷ്യസ് ഫോമാണ്. അത് ഡ്രോപ്ലെറ്റായി മാറിയിരിക്കുന്നു, വെള്ളമായി മാറിയിരിക്കുന്നു. In activity 6.5, the hacksaw blade changed color on heating. ആ ബ്ലേഡ് ഹീറ്റ് ചെയ്തപ്പോൾ കളർ മാറിയിരിക്കുന്നു. പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഷേപ്പ്, സൈസ്, കളർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ കോൾഡ് ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഷേപ്പും സൈസും കളറും അതിൻ്റെ സ്റ്റേറ്റ് സോളിഡാണോ, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണോ, ലിക്വിഡ് സ്റ്റേറ്റ് ആണോ, അതെല്ലാം ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. എ ചേഞ്ച് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഫിസിക്കൽ ചേഞ്ച്. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലെ ഷേപ്പിലോ സൈസിലോ കളറിലോ സ്റ്റേറ്റിലോ ഉള്ള ചേഞ്ച്, അങ്ങനെ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ പറയുന്നു ഫിസിക്കൽ ചേഞ്ച് എന്ന്. അതിനെയാണ് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ഈസ് ജനറലി റിവേഴ്സിബിൾ. ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിളാണ്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു ചേഞ്ച് വന്നാൽ അതിനെ തിരിച്ച് അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റിലോട്ട്, നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിലോട്ട് കൊണ്ട് തിരിച്ചു വരാൻ പറ്റും. ഇൻ സച്ച് എ ചേഞ്ച് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പുതിയൊരു സബ്സ്റ്റൻസ് അതിലുണ്ടാവുന്നില്ല. അതിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നു, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നു. ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് വരുന്നത്. തിരിച്ച് ആ രൂപത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ലെറ്റ് us കൺസിഡർ ദി അതർ കൈൻഡ് ഓഫ് ചേഞ്ച്. മറ്റ് വേറെ ചേഞ്ച് നമുക്ക് നോക്കാം. അടുത്തതാണ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചിൽ
A change with which you are quite familiar is the rusting of iron. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫെമിലിയർ ചേഞ്ചാണ്, വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചേഞ്ച്. ഇഫ് യു ഹാവ് എ പീസ് ഓഫ് അയൺ in the open for some time, if you leave a piece of iron in the open for some time, it acquires a film of brownish substance. പുറത്ത് ഒരു പീസ് ഓഫ് അയൺ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് കുറച്ച് ദിവസങ്ങളിലോളം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് സബ്സ്റ്റൻസ് അതിൻ്റെ പുറത്ത് അതിൻ്റെ ഒരു കോട്ടിങ് വരുന്നത് കാണാം. ദിസ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് റസ്റ്റ്. അതിനെയാണ് പറയുന്നത് തുരുമ്പ് അല്ലെങ്കിൽ റസ്റ്റ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഈസ് കോൾഡ് റസ്റ്റിംഗ്. ആ പ്രോസസ്സിനെയാണ് പറയുന്നത് റസ്റ്റിംഗ് എന്ന്, തുരുമ്പ് പിടിക്കുക. Iron gates of parks or farmlands, iron benches kept in lawns and gardens. Almost every article of iron kept in the open gets rusted. പുറത്ത് വച്ചിരിക്കുന്ന അയൺ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എന്ത് സാധനം അത് തുരുമ്പ് പിടിക്കും. അറ്റ് ഹോം you must have seen shovels and spades getting rusted when exposed to the atmosphere. അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഈ ആയുധങ്ങളെല്ലാം, തൂമ്പയും എല്ലാം തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് കാണാം. ഇൻ കിച്ചൺ വെറ്റ് അയൺ പാൻ അല്ലെങ്കിൽ തവ, വെറ്റ് അയൺ പാൻ, അതായത് ഇരുമ്പിൻ്റെ ചട്ടികൾ, ഓഫൻ ഗെറ്റ്സ് റസ്റ്റഡ് ഇഫ് ലെഫ്റ്റ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഫോർ സം ടൈം. കുറച്ച് ദിവസം ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ റസ്റ്റ് വരുന്നത് കാണാം. റസ്റ്റ് ഇസ് not iron, it is different from iron on which it gets deposited. Let us consider a few more changes. കുറച്ച് ചേഞ്ചസ് കൂടി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 6.6 get a small piece of thin strip or ribbon of magnesium അല്ലെങ്കിൽ ചെറിയ സ്ട്രിപ്പ് എടുക്കാനാണ് പറയുന്നത്. clean its tip with sandpaper വെച്ച് ക്ലീൻ ചെയ്യുക. and bring the tip near a candleനടുത്ത് കൊണ്ടുവരിക. it burns with a brilliant white, വളരെ നന്നായിട്ട് ഒരു ബ്രില്യൻ വൈറ്റ് കളറിൽ അത് ബേൺ ആവും, ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടാവും. and when it is completely burnt, it leaves behind a powdery ash. കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയി കഴിയുമ്പോൾ ഒരു പൗഡറി ആഷ് ഉണ്ടാവും. Does the ash look like the magnesium ribbon? മാഗ്നീഷ്യൻ റിബൺ പോലെ തന്നെയാണോ ആ ആഷ്? അല്ല, ഒരിക്കലും അല്ല. ദ ചേഞ്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. മാഗ്നീഷ്യം റിബൺ ആയിരുന്നു അത് ബേൺ ചെയ്തത്. അതപ്പോൾ അത് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തു. ഓക്സിജൻ്റെ കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ ഇറ്റ് ബിക്കംസ് മാഗ്നീഷ്യം ഓക്സൈഡ്. മാഗ്നീഷ്യം ഓക്സൈഡായി മാറി, MgO. മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ O2 ബിക്കംസ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഇവിടെ ഈ ചേഞ്ചാണ് വന്നത്. കളക്ട് ദി ആഷ് ആൻഡ് മിക്സ് ഇറ്റ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ. ആ ആഷിനെ ചെറിയൊരു എമൗണ്ട് ഓഫ് വാട്ടറുമായിട്ട് ആഡ് ചെയ്യുക. സ്റ്റിർ ദ മിക്സ്ചർ, അതിനെ നന്നായി ഇളക്കുക. ടെസ്റ്റ് ദ mixture with a blue or red litmus paper. ബ്ലൂ ലിറ്റ്മസ് പേപ്പറോ റെഡ് ലിറ്റ്മസ് പേപ്പറോ വെച്ച് അത് ടെസ്റ്റ് ചെയ്യുക. അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഡസ് ദ മിക്സ്ചർ ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ടോ? ഡസ് ദ മിക്സ്ചർ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആണോ ആക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ടെസ്റ്റ്, ഹൗ ഡു യു ക്ലാസിഫൈ ദി അക്വസ് സൊല്യൂഷൻ? അസിഡിക് ഓർ ബേസിക്? അതിന് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഓൺ ഡിസോൾവിങ് ദ ആഷ് ഇൻ വാട്ടർ, ഇറ്റ് ഫോംസ് എ ന്യൂ സബ്സ്റ്റൻസ്. വാട്ടറിൽ ആ ആഷ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്.
This change can be written in the form of the following equation. Magnesium oxide plus water, magnesium oxide MgO ash plus water H2O becomes magnesium hydroxide MgOH twice. Magnesium hydroxide ആയി മാറുന്നു. As you have already learned in chapter 5, chapter 5 magnesium hydroxide is a base എന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. So magnesium oxide is a new substance formed on burning of magnesium. Magnesium ഇതിനെ ബേൺ ചെയ്ത് magnesium oxide ഉണ്ടായി. And magnesium hydroxide is another new substance. magnesium oxide ഇവിടെ ഓൾറെഡി ഉണ്ടായി, ആ ആഷ്. അത് കഴിഞ്ഞിട്ട് ആ ആഷിനെ വാട്ടറുമായിട്ട് ചേർന്നപ്പോൾ അത് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് മാറി. മാഗ്നീഷ്യം ഓക്സൈഡ് ഒരു സബ്സ്റ്റൻസ് ആണ്. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് അനദർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ മിക്സിംഗ് മാഗ്നീഷ്യം ഓക്സൈഡ് വിത്ത് വാട്ടർ. അപ്പോൾ അടുത്തത് ആക്ടിവിറ്റി 6.7. ഡിസോൾവ് അബൌട്ട് എ ടീസ്പൂൺഫുൾ ഓഫ് കോപ്പർ സൾഫേറ്റ്. ഒരു ടീസ്പൂൺ കോപ്പർ സൾഫേറ്റ് in about half a cup of water in a glass tumbler or a beaker. ഗ്ലാസ് ടംബ്ലറിലോ ബീക്കറിലോ ഹാഫോളം വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഡിസോൾവ് അബൌട്ട് എ ടീസ്പൂൺ ഫുൾ ഓഫ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യാൻ പറയണം. ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ടു ദ സൊല്യൂഷൻ. അതിലോട്ട് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാൻ പറയുന്നു. യു ഷുഡ് ഗെറ്റ് എ ബ്ലൂ കളേർഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്കൊരു ബ്ലൂ കളേർഡ് സൊല്യൂഷൻ കിട്ടും. സേവ് എ സ്മോൾ സാമ്പിൾ ഓഫ് ദ സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഓർ എ സ്മോൾ ഗ്ലാസ് ബോട്ടിൽ. ഒരു സ്മോൾ ഗ്ലാസ് ബോട്ടിലിലോ ടെസ്റ്റ് ട്യൂബിലോ കുറച്ച് സൊല്യൂഷൻ മാറ്റി വയ്ക്കുക. ഡ്രോപ്പ് എ നെയിൽ ഓർ എ റസ്റ്റഡ് ഷേവിംഗ് ബ്ലേഡ് ഓർ എ യൂസ്ഡ് ഷേവിംഗ് ബ്ലേഡ് ഇൻ ടു ദി റിമൈനിങ് സൊല്യൂഷനിലോട്ട്, ആ ബീക്കറിലോട്ട് ഒരു നെയിലോ ആണിയോ അല്ലെങ്കിൽ ഒരു ചെറിയ യൂസ്ഡ് ഷേവിംഗ് ബ്ലേഡോ അതിലോട്ട് ഇടുക. വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ ഓർ സോ. ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുക. ഒബ്സർവ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. അത് കഴിയുമ്പോൾ ആ സൊല്യൂഷൻ്റെ കളർ ഒബ്സർവ് ചെയ്യുക. കമ്പയർ ഇറ്റ് വിത്ത് ദ കളർ ഓഫ് ദി സാമ്പിൾ സൊല്യൂഷൻ സേവ്ഡ് സെപ്പറേറ്റ്ലി. നേരത്തെ നമ്മളെടുത്ത് വെച്ച ആ സാമ്പിൾ സൊല്യൂഷനും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാണ്. കോപ്പർ സൾഫേറ്റ് ഉള്ള സൊല്യൂഷൻ അത് ബ്ലൂ ആണ്. ഇനി ഈ ബ്ലേഡോ അയൺ നെയിലോ വല്ലതിട്ടിരിക്കുന്ന ആ സൊല്യൂഷൻ ഗ്രീനായിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ. ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഫ്രം ദ ബ്ലൂ there is a change in the color of the solution from blue to green. Okay, ഇവിടെ നമുക്ക് തരാം. ഡു യു സീ എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? സൊല്യൂഷൻ്റെ കളറിൽ വല്ല ചേഞ്ചും നിങ്ങൾ കണ്ടോ? ടേക്ക് ഔട്ട് ദി നെയിൽ ഓർ ദ ബ്ലേഡ്. ആ നെയിലും അല്ലെങ്കിൽ ബ്ലേഡ് അതിനെ പുറത്തെടുക്കുക. ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് ഇൻ എനി വേ? അതിൽ വല്ല ചേഞ്ചും കാണുന്നുണ്ടോ? ദ ചേഞ്ചസ് ദാറ്റ് യു നോട്ടീസ് ആർ ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ സൾഫേറ്റ് ആൻഡ് അയൺ. കോപ്പർ സൾഫേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷൻ്റെ കാരണമാണ് ആ ചേഞ്ച് വന്നത്. ദ ചേഞ്ച് of color of the solution from blue to green is due to the formation of iron sulfate. അത് അയൺ സൾഫേറ്റിൻ്റെ ഫോർമേഷൻ കൊണ്ടാണ് ഈ സൊല്യൂഷൻ ഗ്രീനായിട്ട് മാറിയത്. ആ അയൺ സൾഫേറ്റ് എന്ന് പറയുന്നത് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. അതൊരു പുതിയ സബ്സ്റ്റൻസ് ആണ്. ദ ബ്രൗൺ ഡെപ്പോസിറ്റ് ഓൺ ദ അയൺ നെയിൽ. അയൺ നെയിലിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ആ ബ്ലേഡിൻ്റെ ചുറ്റും ഒരു ബ്രൗൺ ഡെപ്പോസിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഈസ് കോപ്പർ. അത് കോപ്പറാണ്. അനദർ ന്യൂ സബ്സ്റ്റൻസ്, വേറൊരു ന്യൂ സബ്സ്റ്റൻസ്. ഓൾറെഡി ഇവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ടായിരിക്കുന്നു, അതൊരു സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ കോപ്പർ ഡെപ്പോസിഷൻ വന്നിരിക്കുന്നു, വേറൊരു സബ്സ്റ്റൻസ്. വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ആസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്ലസ് അതിൽ അയൺ അല്ലെങ്കിൽ നെയിൽ അല്ലെങ്കിൽ ബ്ലേഡ് ഇട്ട് കഴിയുമ്പോൾ എന്തായിട്ട് മാറി? ബിക്കംസ് അയൺ സൾഫേറ്റ് സൊല്യൂഷൻ. അത് അയൺ സൾഫേറ്റ് സൊല്യൂഷനായി മാറി, ഗ്രീൻ കളറാണ്. പ്ലസ് കോപ്പർ ഡെപ്പോസിറ്റ്, ബ്രൗൺ ഡെപ്പോസിറ്റ്, ആ ബ്ലേഡിനെ കവർ ചെയ്തുകൊണ്ട് ബ്രൗൺ ഡെപ്പോസിറ്റും വന്നിരിക്കുന്നു, അത് കോപ്പറാണ്.
അപ്പോൾ ഇതിൽ അയൺ സൾഫേറ്റും ഉണ്ടാവുന്നു, അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റും ഉണ്ടാവുന്നു. അടുത്തത് ആക്ടിവിറ്റി 6.8, ടേക്ക് അബൌട്ട് ടീസ്പൂൺ ഫുൾ ഓഫ് വിനെഗർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. വിനാഗിരി എടുക്കാനാണ് പറയുന്ന ഒരു ടെസ്റ്റ് ട്യൂബിൽ ആഡ് എ പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ. അതിലൊരു ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാൻ പറയാണ്. യു വുഡ് ഹിയർ എ ഹിസ്സിങ് സൗണ്ട്, ഒരു സൗണ്ട് വരും. ആൻഡ് സീ ദ ബബിൾസ് ഓഫ് ദ ഗ്യാസ് കമ്മിങ് ഔട്ട്. ആ ഗ്യാസ് ബബിൾസ് വരുന്നതും കാണാൻ പറ്റും. പാസ് ദിസ് ഗ്യാസ് ത്രൂ എ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ഗ്യാസിനെ കടത്തി വിടാൻ പറയുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ലൈം വാട്ടർ? ലൈം വാട്ടറിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ പറയുന്നു. ദ ചേഞ്ച് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ആസ് ഫോളോസ്. അതിൽ വരുന്ന ചേഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിനെഗർ അല്ലെങ്കിൽ അതിന് അസറ്റിക് ആസിഡാണ്. പ്ലസ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് കാർബൺ ഡയോക്സൈഡും അതർ സബ്സ്റ്റൻസസും ഫോം ചെയ്യുന്നു. അതിൽ വിനെഗറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ്, പിന്നെ ആ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ലൈം വാട്ടറിലൂടെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടുകയാണ്. ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ലൈം വാട്ടർ ഈസ് ആസ് ഫോളോസ്. ഇവിടെ നമുക്ക് കാണാം. ഈ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലെന്ന് പറയുന്നത് വിനെഗറും ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അതിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ആ ട്യൂബിലൂടെ പോയിട്ട് അത് അടുത്ത ടെസ്റ്റ് ട്യൂബിലോട്ട് വരുന്നു. ആ ടെസ്റ്റ് ട്യൂബിൽ ഉള്ളത് ലൈം വാട്ടറാണ്, ചുണ്ണാമ്പ് വെള്ളം. ആ വെള്ളത്തിനുള്ളിൽ കൂടെ കാർബൺ ഡയോക്സൈഡ് പാസ്സാവുകയാണ്. കാർബൺ ഡയോക്സൈഡ് പ്ലസ് ലൈം വാട്ടർ becomes calcium carbonate plus water. കാർബൺ ഡയോക്സൈഡ് CO2 പ്ലസ് ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. CaOH ട്വൈസ്. അത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് കാൽഷ്യം കാർബണേറ്റ് CaCO3 പ്ലസ് വാട്ടർ H2O. When carbon dioxide is passed through lime വാട്ടറിലൂടെ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്ത് കഴിയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ്. കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി ആ ഇക്വേഷനിൽ കണ്ടു കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത്. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ് വിച്ച് മേക്സ് ദ ലൈം വാട്ടർ മിൽക്കി. അപ്പോൾ ആ ലൈം വാട്ടർ മിൽക്കിയായി മാറുകയാണ്, നല്ല വെള്ള നിറമായി മാറുന്നു ആ ചുണ്ണാമ്പ് വെള്ളം. The turning of lime water into milky is a standard test of carbon dioxide. കാർബൺ ഡയോക്സൈഡിൻ്റെ കാർബൺ ഡയോക്സൈഡിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ഇത്. ലൈം വാട്ടർ മിൽക്കിയായി മാറുന്നുണ്ടെങ്കിൽ അതിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്നാണ് അർത്ഥം. You will use it in chapter 10 to show that air we breathe out is rich in carbon dioxide. ചാപ്റ്റർ 10 നമ്മളത് പഠിക്കും. നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടുന്ന ശ്വാസത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എന്നൊരു ടെസ്റ്റ് നമ്മളപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഇൻ ആക്ടിവിറ്റി 6.6 to 6.8, 6.6 തൊട്ട് 6.8 വരെയുള്ള ആക്ടിവിറ്റീസിൽ യു സോ ദാറ്റ് each change one or more new substance were formed. ഒരു സബ്സ്റ്റൻസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പുതിയ സബ്സ്റ്റൻസസ് ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു. ഇൻ ആക്ടിവിറ്റി 6.6 the ash was the new substance. ash ആയിരുന്നു ന്യൂ സബ്സ്റ്റൻസ് formed when magnesium was burned. അതുപോലെ തന്നെ ആക്ടിവിറ്റി 6.7 റിയാക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് വിത്ത് അയൺ. കോപ്പർ സൾഫേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷനിൽ പ്രൊഡ്യൂസ്ഡ് അയൺ സൾഫേറ്റ് ആൻഡ് കോപ്പർ. അയൺ സൾഫേറ്റും കോപ്പറും രണ്ട് ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ബോത്ത് ഓഫ് ദീസ് ആർ ന്യൂ സബ്സ്റ്റൻസസ്. Copper was deposited on the shaving blade of iron. ഷേവിംഗ് ബ്ലേഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കോപ്പർ ആയിരുന്നു. ഇൻ ആക്ടിവിറ്റി 6.8 വിനെഗർ ആൻഡ് ബേക്കിംഗ് സോഡ ടുഗെദർ പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വിച്ച് ടേൺഡ് ലൈം വാട്ടർ മിൽക്കി. Can you name the new substance formed in this reaction? A change in which one or more new substance are formed is called chemical change. ഒന്നോ അതിലധികമോ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്ന
ഒരു ചേഞ്ചിനെയാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എ കെമിക്കൽ ചേഞ്ച് ഈസ് ഓൾസോ കോൾഡ് എ കെമിക്കൽ റിയാക്ഷൻ. ആ കെമിക്കൽ ചേഞ്ചിനെ കെമിക്കൽ റിയാക്ഷൻ എന്നും പറയുന്നു. കെമിക്കൽ ചേഞ്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ് എല്ലാ പുതിയ സബ്സ്റ്റൻസസ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ മെറ്റൽ ഈസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർ, അല്ലെങ്കിൽ ഓറിൽ നിന്ന്, അയിരിൽ നിന്ന് ഒരു മെറ്റൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, സച്ച് ആസ് അയൺ ഫ്രം അയൺ ഓർ, അയൺ ഓറിൽ നിന്ന് അയൺ സെപ്പറേറ്റ് ചെയ്യണം. വി നീഡ് ടു ക്യാരി ഔട്ട് എ സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് അത്യാവശ്യമാണ്. എ മെഡിസിൻ ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എ ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് ഒരു മെഡിസിൻ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ന്യൂ മെറ്റീരിയൽസ് സച്ച് ആസ് പ്ലാസ്റ്റിക്സ്, ഡിറ്റർജൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ്. ഡിറ്റർജൻസും പ്ലാസ്റ്റിക്സും എല്ലാം കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇൻഡീഡ് എവറി ന്യൂ മെറ്റീരിയൽ ഈസ് ഡിസ്കവേർഡ് ബൈ സ്റ്റഡിയിങ് കെമിക്കൽ ചേഞ്ചസ്. എല്ലാ പുതിയ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് കെമിക്കൽ ചേഞ്ചസിലൂടെയാണ്. വി ഹാവ് സീൻ ദാറ്റ് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ ചേഞ്ച്. ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസസ് ഒരു കെമിക്കൽ ചേഞ്ചസിൽ ഉണ്ടാവുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ന്യൂ പ്രോഡക്ട്സ്, ദ ഫോളോയിങ് മേ അക്കംപനി എ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചിൽ ന്യൂ പ്രോഡക്ട്സ് മാത്രമല്ലാതെ വേറെ ചേഞ്ചസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഹീറ്റ്, ലൈറ്റ് ഓർ എനി അതർ റേഡിയേഷൻ, അൾട്രാവയലറ്റ് ഫോർ എക്സാമ്പിൾ, മേ ബി ഗിവൺ ഓഫ് ഓർ അബ്സോർബ്ഡ്. ഹീറ്റും ലൈറ്റും റേഡിയേഷനും എല്ലാം ഗിവൺ ഓഫ് അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നു. സൗണ്ട് മേ ബി പ്രൊഡ്യൂസ്, സൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എ ചേഞ്ച് ഇൻ സ്മെൽ മേ ടേക്ക് പ്ലേസ്, സ്മെൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്, കളർ ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗ്യാസ് മേ ബി ഫോംഡ്, ഗ്യാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലെറ്റ് us look at some examples. You saw that burning of magnesium ribbon is chemical change. കെമിക്കൽ ചേഞ്ചാണ് ബേണിംഗ് ഓഫ് മാഗ്നീഷ്യം റിബൺ, അത് നമ്മൾ കണ്ടു. ബേണിംഗ് ഓഫ് കോൾ, വുഡ്, ലീവ്സ് ഈസ് ഓൾസോ എ കെമിക്കൽ ചേഞ്ച്. ഈ കൽക്കരിയും വുഡും ലീവ്സും ഒക്കെ ബേൺ ചെയ്യുന്നതും അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഇൻഫാക്ട് ബേണിംഗ് ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ബേണിംഗ് ഈസ് ഓൾവേസ് അക്കംപനീഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്. ഇതെല്ലാം കെമിക്കൽ ചേഞ്ചസ് തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ ഓഫ് എ ഫയർ വർക്ക് ഈസ് എ കെമിക്കൽ ചേഞ്ച്. പടക്കം പൊട്ടിക്കൽ കെമിക്കൽ ചേഞ്ചാണ്. ഡു യു നോ ദാറ്റ് സച്ച് എൻ എക്സ്പ്ലോഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ്, ഹീറ്റ് ഉണ്ടാക്കുന്നു, ലൈറ്റ് ഉണ്ടാക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു, അൺപ്ലസൻറ്റ് ഗ്യാസസ് ദാറ്റ് പൊല്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഈസ് വൈ യു ആർ അഡ്വൈസ്ഡ് നോട്ട് ടു പ്ലേ വിത്ത് ഫയർ വർക്ക്സ്. ആൻഡ് വെൻ ഫുഡ് ഗെറ്റ്സ് സ്പോയിൽഡ്, ഫുഡ് സ്പോയിൽ ആകുമ്പോൾ, കേടുവരുമ്പോൾ, ഇറ്റ് പ്രൊഡ്യൂസസ് ഫൗൾ സ്മെൽ, അതും ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഷാൽ വി കോൾ ദിസ് എ ചേഞ്ച്, ദിസ് ചേഞ്ച് എ കെമിക്കൽ ചേഞ്ച്? You must have noticed that a slice of apple acquires a brown color if it is not consumed immediately. ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഉണ്ടാവും. ഇഫ് യു ഹാവ് നോട്ട് സീൻ ദിസ് ചേഞ്ച് ഇൻ കളർ, ഈ ചേഞ്ച് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, കട്ട് എ ഫ്രഷ് സ്ലൈസ് ഓഫ് ആപ്പിൾ ആൻഡ് കീപ്പ് ഇറ്റ് അവേ ഫോർ സം ടൈം. ആപ്പിൾ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുക. റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റീസ് വിത്ത് സ്ലൈസ് ഓഫ് പൊട്ടാറ്റോ ഓർ ബ്രിഞ്ചൽ. പൊട്ടാറ്റോ ബ്രിഞ്ചലോ കട്ട് ചെയ്ത് വെച്ച് നോക്കൂ, എന്ത് വരും നോക്കാൻ. ചേഞ്ച് ഇൻ കളർ ഇൻ ദീസ് കേസസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്. പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ ചേഞ്ച് വരുന്നത്. ആർ നോട്ട് ദീസ് ചേഞ്ചസ് കെമിക്കൽ ചേഞ്ചസ്? ഇതെല്ലാം കെമിക്കൽ ചേഞ്ചസ് ആണോ? ഇൻ ചാപ്റ്റർ 5 യു ന്യൂട്രലൈസ്ഡ് an acid with a base. ഒരു ആസിഡിനെ ബേസും വെച്ച് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് പഠിച്ചിരുന്നു ചാപ്റ്റർ 5. ഈസ് ന്യൂട്രലൈസേഷൻ എ കെമിക്കൽ ചേഞ്ച്? ആ ന്യൂട്രലൈസേഷൻ ഒരു കെമിക്കൽ ചേഞ്ച് ആണോ? അടുത്തത് നമ്മൾക്ക് റസ്റ്റിംഗ് ഓഫ് അയണിനെ കുറിച്ച്, അത് അടുത്ത പാർട്ടിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.